ഇപ്പോൾ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റായി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. ഒപ്പം തന്നെ പുതിയ പുതുമുഖങ്ങളാണ് വരുന്നത്. അതേസമയം തന്നെ ഉയർന്നു വരുന്ന വിമർശനം വി മുരളീധര പക്ഷത്തെ ഒരു പക്ഷത്തെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ടാണ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചിരിക്കുന്നുള്ളതാണ്. എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്, പുതിയ ടീമിനെ കാണുന്നത്? നോക്കൂ, ഇത് വാർത്തകൾ എന്നുള്ള രീതിയിലാണ് അതിനെ നോക്കിക്കാണാൻ സാധിക്കുന്നത്. കാരണം ഇപ്പൊ തന്നെ ഞങ്ങള് ഈ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് കഴിഞ്ഞ മുൻ സംസ്ഥാന പ്രസിഡന്റുമാരും അതുപോലെ തന്നെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷനും ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിരവധിയായിട്ടുള്ള ചർച്ചകൾ നടത്തി. അത് കഴിഞ്ഞ് ദേശീയ തലത്തിലുള്ള വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ട് സംസ്ഥാന അധ്യക്ഷന്റെ ചർച്ച കഴിഞ്ഞു. അതുകൂടാതെ ഏത് രീതിയിലായിരിക്കണം പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്നതിനെ കുറിച്ചും കുറെ കമ്മിറ്റികൾ കൂടി കഴിഞ്ഞു. അതായത് അദ്ദേഹം വന്നതിന് ശേഷം തന്നെ ഏതാണ്ട് ഒരു 3 മാസത്തോളമായിട്ട് നിരവധിയായിട്ടുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം നടത്തിയതിന് ശേഷമാണ് ഈ ഒരു കമ്മിറ്റിയുടെ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയെ ഏകകണ്ഠമായി തന്നെ മുൻ സംസ്ഥാന പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ഇന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ എല്ലാവരുടെയും ചർച്ചകൾക്കും ചിന്തകൾക്കും ഒടുവിൽ തന്നെയാണ് ഈ കമ്മിറ്റി ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു BJP ഇപ്പൊ ഈ പറഞ്ഞ വാർത്തകൾ പോലെ അതിനോട് യോജിക്കാൻ ഒട്ടും സാധിക്കുന്നില്ല. എല്ലാ തരത്തിലുമുള്ള ആളുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു മൂവാണ് നടത്തിയിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നോക്കൂ, പാർട്ടി വളരെയധികം വിപുലപ്പെടുകയാണ്, വ്യാപൃതമാവുകയാണ്. അപ്പൊ പുറത്തുനിന്നും കുറെ ആളുകൾ പാർട്ടിക്കകത്തേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ കുറെ ആളുകൾ പാർട്ടിക്കകത്തേക്ക് കടന്നു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരെ കൂടി പാർട്ടിക്ക് നമ്മളോടൊപ്പം അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ദേശീയ തലത്തിലാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു കമ്മിറ്റി, പാർട്ടിയുടെ സംസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഒരു നിശ്ചിതമായിട്ടുള്ള സംഖ്യ ഉണ്ടല്ലോ. അപ്പൊ ആ സംഖ്യയുടെ അപ്പുറത്തേക്ക് ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ലല്ലോ. വ്യക്തമാണ്. നന്ദി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.